ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവയാണ് 125. അപ്പോൾ അതിന് നമുക്ക് കാലത്ത് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടാവണമെന്ന് പറഞ്ഞ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു എൻജിൻ സൗണ്ടിലൊരു വേരിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാലത്ത് വണ്ടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് കംപ്ലയിൻ്റ് ഒന്നും കണ്ടില്ല. പക്ഷേ എൻജിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു. ഒരു അടി, എൻജിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു അടി പോലത്തെ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗത്തു നിന്നായിട്ടാണ് അത് കണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലച്ചൊക്കെ നമ്മൾ സർവീസിൽ അയച്ച് ചെക്ക് ചെയ്തായിരുന്നതാണ്. സർവീസിൽ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തത്. പക്ഷേ വീണ്ടും നമ്മൾ നോക്കിയപ്പോൾ വേറെ പ്രത്യക്ഷത്തിൽ പറയത്തക്ക യാതൊരുവിധ കംപ്ലയിൻറ്റും കാണുന്നില്ല. അപ്പോൾ നമ്മളങ്ങനെ തന്നെ സെറ്റ് ചെയ്തു, റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല. അതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിക്ക് പിന്നീട് ആ സൗണ്ട് കേട്ടിട്ടില്ല. പക്ഷേ കഴിച്ച പ്രാവശ്യം വന്നപ്പോഴും എൻജിൻ സൗണ്ട് ഇങ്ങനെ ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ജസ്റ്റ് ഫസ്റ്റ് കിട്ടിയെങ്കിലും പിന്നെ ഓടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കംപ്ലയിൻറ്റ് കിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ കംപ്ലയിൻറ്റ് സൗണ്ട് എന്തായാലും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു സൗണ്ട് പോലെ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആണെന്ന് തോന്നണില്ല. കാരണം സൗണ്ട് വേരിയേഷൻ കാണിച്ചിരുന്നു. അത് ഇന്ന പാർട്സിൻ്റെ ആണെന്നുള്ള കേസ് നമുക്ക് പുറമേ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിനിയിപ്പം അത് അഴിച്ച് പറിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരു മേജറായിട്ടുള്ളൊരു പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്യണില്ല. ഇനി അഥവാ പരമാവധി ഉപയോഗിക്കുക. എന്നിട്ട് വേറെ എന്തെങ്കിലും എൻജിൻ സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം കൂടുതലായിട്ട് വരികയോ അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് റേസ് ചെയ്തു, കുറച്ചങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ കംപ്ലയിൻറ്റ് കാണുന്നില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചാണത്. അന്നും അതേ തന്നെ. കാരണം നമ്മൾ ട്രയലൊക്കെ അടിക്കുമ്പോഴും നമുക്ക് അങ്ങനെ എൻജിൻ സൗണ്ടിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതൊരു മേജറായിട്ടുള്ളൊരു പ്രോബ്ലമായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് അതുകൊണ്ട് വേറെ ഇതായിട്ടൊന്നുമില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ നിൽക്കുകയാണ്, കൂടുതൽ നേരം നിൽക്കുകയാണ്, ഇറിറ്റേഷനാണ് കൂടുതൽ. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുകയാണെങ്കിലാണ് അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് മൊത്തം അഴിച്ച് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ ആ പൈസ നഷ്ടപ്പെടുത്തി കളയാമെന്ന് മാത്രം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിച്ച് നമ്മൾ എന്തിൻ്റെ വെറുതെ അഴിച്ച് റീസെറ്റ് ചെയ്താലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങളുണ്ടാവും. പാക്കിങ് സാധനങ്ങൾ അതൊക്കെ മാറ്റേണ്ടി വരും, ലേബർ ചാർജൊക്കെ വരാല്ലേ. അപ്പോൾ നോക്കിയിട്ട് കംപ്ലയിൻറ്റ് 100% കംപ്ലയിൻറ്റിലേക്ക് കാണിക്കുമ്പോൾ, അതായത് കൃത്യമായിട്ട് കംപ്ലയിൻറ്റ് കിട്ടുന്ന സമയത്ത് കയറ്റണമാണ് ബെറ്റർ. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പം നമുക്ക് അതിന് നിലവിൽ എന്താണെന്ന് പോലും മനസ്സിലാക്കാനായിട്ടുള്ളൊരു ടൈമിങ് കിട്ടില്ല. അയക്കുമ്പോൾ കംപ്ലയിൻറ്റ് ഇപ്പോൾ മാറിയേക്കാണ്. എന്തായാലും ഒരു മേജറായിട്ടുള്ളൊരു പ്രോബ്ലം അല്ല. അതിന് വെറുതെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ടെൻഷൻ അടിക്കേണ്ട കേസില്ല. അങ്ങനത്തെ ഒരു കംപ്ലയിൻ്റ് അല്ല അത് കേട്ടോ.